إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്നതിനും ദൈവസ്മരണയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുന്നതിനും മാത്രമാകുന്നു ചെകുത്താൻ ആഗ്രഹിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ അതിൽ നിന്നൊക്കെ വിരമിക്കുമോ? وأطيعوا الله وأطيعوا الرسول واحذروا فإن توليتم فاعلموا أنما على رسولنا البلاغ المبين. അല്ലാഹുവിന്റെയും അവന്റെ ദൂതന്റെയും വചനമനുസരിക്കുകയും വിരമിക്കുകയും ചെയ്യുക. പക്ഷേ ഈ കൽപ്പനയിൽ നിന്ന് പുറംതിരിയുകയാണെങ്കിൽ അറിഞ്ഞിരിക്കുവിൻ, വിധികൾ വ്യക്തമായി എത്തിച്ചു തരുന്ന ഉത്തരവാദിത്വം മാത്രമേ നമ്മുടെ ദൂതനുള്ളൂ. ليس على الذين آمنوا وعملوا الصالحات جناح فيما طعموا إذا ما اتقوا وآمنوا وعملوا الصالحات ثم اتقوا وآمنوا ثم اتقوا وأحسنوا والله يحب المحسنين. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരുടെ മേൽ അവർ നേരത്തെ ഭക്ഷിച്ചിട്ടുള്ളതിന്റെ പേരിൽ കുറ്റമുണ്ടായിരിക്കുന്നതല്ല. ഭാവിയിൽ ദൈവഭക്തിയുള്ളവരായിരിക്കുകയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും സൽക്കർമ്മങ്ങൾ തുടരുകയും പിന്നെ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ വിശ്വസിച്ചംഗീകരിക്കുകയും എന്നിട്ട് സൂക്ഷ്മതയോടെ നടപടികൾ നന്നാക്കുകയും ചെയ്യുകയാണെങ്കിൽ സുകൃതികളെ അല്ലാഹു സ്നേഹിക്കുന്നുവല്ലോ. يا أيها الذين آمنوا ليبلونكم الله بشيء من الصيد تناله أيديكم ورماحكم ليعلم الله من يخافه بالغيب فمن اعتدى بعد ذلك فله عذاب أليم. അല്ലയോ വിശ്വസിച്ചവരെ, കൈകൾ കൊണ്ടും അമ്പുകൾ കൊണ്ടും എളുപ്പത്തിൽ പിടികൂടാൻ കഴിയുന്ന ജന്തുക്കളെ നിങ്ങൾ വേട്ടയാടുമോയെന്ന് തീർച്ചയായും അല്ലാഹു പരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളിൽ അദൃശ്യമായി അവനെ ഭയപ്പെടുന്നവരാരെന്ന് അല്ലാഹു അറിയുന്നതിനാകുന്നു ഇത്. ഇനി ഈ താക്കീദിന് ശേഷം അല്ലാഹു നിശ്ചയിച്ച പരിധി ലംഘിക്കുന്നവർക്ക് വേദനയേറിയ ശിക്ഷയാണുള്ളത്. يا أيها الذين آمنوا لا تقتلوا الصيد وأنتم حرم ومن قتله منكم متعمدا فجزاء مثل ما قتل من النعم يحكم به ذوى عدل منكم هديا بالغ الكعبة أو كفارة طعام مساكين أو عدل ذلك صياما ليذوق وبال أمره عفى الله عما سلف ومن عاد فينتقم الله منه والله عزيز ذو انتقام. സത്യവിശ്വാസികളെ, ഇഹ്റാമിന്റെ അവസ്ഥയിൽ വേട്ടജന്തുക്കളെ കൊല്ലാവതല്ല. ഒരുവൻ അറിഞ്ഞുകൊണ്ട് അത് ചെയ്താൽ പരിഹാരമായി കൊന്നുകളഞ്ഞതിന് തുല്യമായ ഒരു കാലിയെ വഴിപാടാക്കേണ്ടതാകുന്നു. തുല്യമായ മൃഗത്തെ നിങ്ങളിൽ നീതിമാന്മാരായ 2 പേർ തീരുമാനിക്കണം. ഈ വഴിപാട് കഅബയിലെത്തിക്കേണ്ടതാകുന്നു. അതല്ലെങ്കിൽ ഈ കുറ്റത്തിനുള്ള പ്രായശ്ചിത്തം ഏതാനും പാവങ്ങൾക്ക് അന്നം നൽകുകയോ കഴിവനുസരിച്ച് നോമ്പനുഷ്ഠിക്കുകയോ ആകുന്നു. താൻ ചെയ്തതിന്റെ ഫലം സ്വയം അനുഭവിക്കേണ്ടതിനാണിത്. മുമ്പ് കഴിഞ്ഞുപോയതെല്ലാം അല്ലാഹു മാപ്പാക്കിയിരിക്കുന്നു. പക്ഷേ
ഇനി ആരെങ്കിലും അത് ആവർത്തിക്കുകയാണെങ്കിൽ അല്ലാഹു അവനോട് പകരം ചെയ്യുന്നതാകുന്നു. അല്ലാഹു സർവരെയും അതിജയിക്കുന്നവനും പകരം ചെയ്യാൻ കെൽപ്പുറ്റവനുമല്ലോ. കഅബ തീർത്ഥാടനത്തിന് ഇഹ്റാമിൽ പ്രവേശിച്ചവന് സ്വയം വേട്ടയാടലും വേട്ടയിൽ മറ്റൊരാളെ സഹായിക്കലും നിഷിദ്ധമാകുന്നു. അതുപോലെ അയാൾക്കുവേണ്ടി മറ്റൊരുവൻ വേട്ടയാടി പിടിച്ച ജീവിയെ തിന്നുന്നതും അനുവദനീയമല്ല. എന്നാൽ വല്ലവനും സ്വന്തം ആവശ്യാർത്ഥം വേട്ടയാടിയ മൃഗത്തിൽ നിന്ന് ഒരംശം ഇഹ്റാം കെട്ടിയവന് നൽകുകയാണെങ്കിൽ അത് തിന്നുന്നതിന് വിരോധമൊന്നുമില്ല. ജീവികളെ കൊല്ലാൻ പാടില്ല എന്ന പൊതു നിയമത്തിൽ നിന്ന് ഉപദ്രവജന്തുക്കൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. പാമ്പ്, തേൾ, പേപ്പട്ടി മുതലായ ഉപദ്രവജന്തുക്കളെ ഇഹ്റാമിന്റെ അവസ്ഥയിലും കൊല്ലാവുന്നതാണ്. നിങ്ങളിൽ നിന്നുള്ള 2 നീതിമാന്മാർ എന്നു പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്: ഏതു ജീവിയെ വധിച്ചാൽ എത്ര ദരിദ്രന്മാർക്ക് അന്നദാനം ചെയ്യണം, എത്ര നോമ്പ് പിടിക്കണം എന്നീ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് 2 മുസ്ലിം നീതിമാന്മാരാണ്. أحل لكم صيد البحر وطعامه متاعا لكم وللسيارة وحرم عليكم صيد البر ما دمتم حرما واتقوا الله الذي إليه تحشرون. സമുദ്രവേട്ടയും അതിലെ ആഹാരവും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എവിടെ തങ്ങുന്നുവോ അവിടെ വെച്ചുതന്നെ അത് ഭക്ഷിക്കാവുന്നതാകുന്നു. യാത്രാസംഘത്തിന് പാഥേയമാക്കുകയും ചെയ്യാം. നിങ്ങൾ ഇഹ്റാമിന്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ കരയിലെ വേട്ട നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ആരിലേക്കാണോ ആ അല്ലാഹുവിനെ ധിക്കരിക്കുന്നത് സൂക്ഷിക്കുവിൻ. സമുദ്രയാത്ര ചെയ്യുമ്പോൾ കൈവശമുള്ള ഭക്ഷണസാധനം തീർന്നു പോവാനിടയുണ്ട്. തദവസരം കടൽ ജീവികളെ വേട്ടയാടുകയേ നിവൃത്തിയുള്ളൂ. അതിനാൽ അല്ലാഹു ഈ സൂക്തത്തിലൂടെ സമുദ്രവേട്ട അനുവദിച്ചിരിക്കുകയാണ്. جعل الله الكعبة البيت الحرام قياما للناس والشهر الحرام والهدي والقلائد ذلك لتعلموا أن الله يعلم ما في السماوات وما في الأرض وأن الله بكل شيء عليم. പരിശുദ്ധ ഗേഹമായ കഅബയെ അല്ലാഹു ജനങ്ങൾക്ക് സാമൂഹിക ബന്ധത്തിന്റെ ഒരാധാരമാക്കി നിശ്ചയിച്ചിരിക്കുന്നു. വിശുദ്ധ മാസത്തെയും ബലിമൃഗങ്ങളെയും അവയുടെ കഴുത്തിലണിഞ്ഞ ചിഹ്നങ്ങളെയും ഇതേ കാര്യത്തിന് സഹായകമാക്കി വച്ചിരിക്കുന്നു. ആകാശഭൂമികളിലുള്ളതിനെക്കുറിച്ചെല്ലാം അല്ലാഹു അഗാധജ്ഞനാണെന്നും അവൻ സകല സംഗതികളും അറിയുന്നുവെന്നും നിങ്ങൾ ഗ്രഹിക്കേണ്ടതിനത്രേ ഇത്. അറേബ്യയിൽ കഅബയ്ക്ക് ഒരു പരിശുദ്ധ ദേവാലയമെന്ന പദവി മാത്രമല്ല ഉണ്ടായിരുന്നത്. ഒരു കേന്ദ്രമെന്ന നിലയിലും നാട്ടിന്റെ സാമ്പത്തിക നാഗരിക ജീവിതത്തിനാധാരമായിരുന്നു അത്. ജനങ്ങൾ നാനാദിക്കുകളിൽ നിന്നും അവിടേക്ക് ഹജ്ജിനും ഉംറയ്ക്കും വന്നു ചേർന്നിരുന്നു. പരസ്പരം കലഹിച്ചു കഴിഞ്ഞുവന്ന അറബി ജനതയുടെ ഐക്യത്തെയും ഉദ്ഗ്രഥനത്തെയും നിലനിർത്തിയിരുന്നത് ഹജ്ജ് സമ്മേളനമാണ്. അതുവഴി വിവിധ ഗോത്രക്കാരും പ്രദേശക്കാരും തമ്മിൽ നാഗരിക ബന്ധം പുലർത്തിപ്പോന്നു. അക്കാലത്ത് സംഘടിപ്പിക്കപ്പെടുന്ന സാഹിത്യ മത്സരങ്ങളും കവിതാ മത്സരങ്ങളും അറബികളുടെ ഭാഷയ്ക്കും സാഹിത്യത്തിനും പുരോഗതിയേകി. കച്ചവടവും കൊള്ളക്കൊടുക്കയും നാട്ടിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തി. യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങൾ പവിത്രങ്ങളായി ആചരിക്കപ്പെടുന്നതിനാൽ കൊല്ലത്തിന്റെ 1/3 ഭാഗം അറേബ്യയൊട്ടുക്കും സമാധാനാന്തരീക്ഷം നിലനിന്നു. അറബികളുടെ സാർത്ഥവാഹക സംഘങ്ങൾ നാടിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിക്കുന്ന ഘട്ടമാണത്. ബലിമൃഗങ്ങളെയും അവയുടെ ചിഹ്നങ്ങളെയും അറബികൾ പൊതുവെ മാനിച്ചിരുന്നു. കൂടെയുള്ള യാത്രാസംഘങ്ങളെ കൊടിയ കൊള്ളക്കാർ പോലും ആക്രമിച്ചിരുന്നില്ല. യാത്രാസംഘത്തിന്റെ രക്ഷയ്ക്ക് വലിയൊരു ഉപാധിയായിരുന്നു അവ. ബലിയുടെ അടയാളമെന്ന നിലയിൽ മൃഗങ്ങളുടെ കണ്ഠത്തിൽ കെട്ടിയിരുന്ന നാടകൾ കണ്ടാൽ അതിന്റെ മുമ്പിൽ അറബികൾ ബഹുമാന പുരസ്സരം തല താഴ്ത്തിയിരുന്നു. അവയെ ആക്രമിക്കുന്നത് കടുത്ത പാതകമായാണ് അവർ ഗണിച്ചിരുന്നത്. ആകയാൽ കഅബയും അതു സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അറബികളുടെ സാമൂഹിക നിലനിൽപ്പിന് ഒരാശ്രയമായി നിലകൊണ്ടിരുന്നു. അല്ലാഹു ചെയ്തു വെച്ചിട്ടുള്ള ഈ ക്ഷേമ നടപടികളെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കുക. എങ്കിൽ നാടിന്റെ നാഗരികവും സാമ്പത്തികവുമായ ജീവിത ഭദ്രത ഉറപ്പുവരുത്തുന്നതിൽ അവൻ തികച്ചും ബോധവാനാണെന്ന് മനസ്സിലാക്കാം. സൃഷ്ടികളുടെ ആവശ്യങ്ങളെയും താൽപര്യങ്ങളെയും കുറിച്ച് അവന് നന്നായി അറിയാം. അവന്റെ വിധിവിലക്കുകൾ
മനുഷ്യജീവിതത്തിന്റെ ഏതെല്ലാം വശങ്ങളിലാണ് ഫലം ചെയ്യുന്നതെന്നും അതുവഴി മനസ്സിലാക്കാൻ കഴിയും. നബി തിരുമേനിക്ക് മുമ്പ് അസമാധാനത്തിന്റെയും അന്തഛിദ്രതയുടെയും അനേകമാണ്ടുകൾ അറേബ്യ പിന്നിട്ടു. സ്വന്തം താൽപര്യത്തെപ്പറ്റിപ്പോലും അന്നവർ ബോധശൂന്യരായിരുന്നു. സ്വയം നശീകരണത്തിന്റെ പാതയിലാണ് അവർ ചരിച്ചിരുന്നത്. എന്നാൽ അള്ളാഹു അറബി ജനതയുടെ താൽപര്യത്തെക്കുറിച്ച് ശരിക്കും ബോധവാനായിരുന്നു. അവൻ കഅബയുടെ കേന്ദ്രാവസ്ഥ നിലനിർത്തിപ്പോന്നു. അങ്ങനെ അറബികളുടെ സാമുദായിക ജീവിതം സുഭദ്രമാക്കാനുള്ള ഏർപ്പാട് ചെയ്തു. മറ്റെല്ലാം മറന്ന് ഈയൊരു സംഗതി മാത്രം ആലോചിക്കുന്ന പക്ഷം അവർക്ക് ബോധ്യപ്പെടുമായിരുന്നു, അള്ളാഹു നിർദ്ദേശിച്ച വിധിവിലക്കുകൾ കൃത്യമായി പാലിക്കുന്നതിലാണ് മനുഷ്യന്റെ നന്മയും മേന്മയുമെന്ന്. അള്ളാഹുവിന്റെ ആജ്ഞാനിരോധനങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന പൊതുഗുണങ്ങളെല്ലാം നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയില്ല. സ്വന്തം സൂത്രങ്ങൾ കൊണ്ട് നമ്മുടെ എല്ലാ താൽപര്യങ്ങളും പൂർത്തീകരിക്കാവുന്നതുമല്ല. اعلموا أن الله شديد العقاب وأن الله غفور رحيم. അറിയുവിൻ, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു, അതോടൊപ്പം ഏറെ മാപ്പരുളുന്നവനും ദയാപരനും കൂടിയാകുന്നു. ما على الرسول إلا البلاغ والله يعلم ما تبدون وما تكتمون. ദൈവദൂതനാകട്ടെ സന്ദേശം എത്തിച്ചു തരുന്ന ചുമതല മാത്രമാണുള്ളത്. പിന്നെ നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിച്ചുവെക്കുന്നതുമായ സകല സംഗതികളും അള്ളാഹു അറിയുന്നുണ്ട്. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون. പ്രവാചകൻ അവരോട് പറയുക, ശുദ്ധമായതും വൃത്തികെട്ടതും ഒരവസ്ഥയിലും തുല്യമാവുകയില്ല. വൃത്തികെട്ടതിന്റെ സമൃദ്ധി നിന്നെ എത്ര തന്നെ കൗതുകപ്പെടുത്തിയാലും ശരി. അതിനാൽ അല്ലയോ ബുദ്ധിമാന്മാരെ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് മുക്തരാകുവിൻ. വിജയ സൗഭാഗ്യം പ്രതീക്ഷിക്കാം. വെറും പുറംപൂച്ചു കണ്ട് സംഗതികൾ വിലയിരുത്തുന്ന മനുഷ്യന്റേതിൽ നിന്ന് ഭിന്നമായ ഒരു മാനദണ്ഡമാണ് ഈ സൂക്തം അവതരിപ്പിക്കുന്നത്. ബാഹ്യവീക്ഷണത്തിൽ 5 ഉറുപ്പികയെ അപേക്ഷിച്ച് 100 ഉറുപ്പികയ്ക്ക് കൂടുതൽ വിലയുണ്ട്. അത് 100ഉം ഇത് 5ഉമാണല്ലോ. എന്നാൽ 100 ദൈവധിക്കാരത്തിന്റെ ഫലമായി ലഭിച്ചതാണെങ്കിൽ ചീത്തയും അശുദ്ധവുമാണ്. 5 അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിധേയമായി സമ്പാദിച്ചതാണെങ്കിൽ നല്ലതും പരിശുദ്ധവുമത്രേ. ചീത്ത എത്ര വലുതാണെങ്കിലും നല്ലതിന് സമമാകയില്ല. മാലിന്യത്തിന്റെ ഒരു കൂമ്പാരത്തേക്കാൾ അത്തറിന്റെ ഒരു തുള്ളിയാണ് വില പിടിച്ചത്. ഒരു കുളം മലിനജലത്തേക്കാൾ വിലപ്പെട്ടതാണ് ഒരു കോപ്പ ശുദ്ധജലം. അതിനാൽ ബുദ്ധിയുള്ള മനുഷ്യൻ നല്ലതിൽ സംതൃപ്തനാവുന്നു. അതെത്ര കുറഞ്ഞാലും ഹലാലിനെ മാത്രം അവലംബിക്കുന്നു. അവന്റെ കൈ മ്ലേച്ഛത്തിന്റെയും ഹറാമിന്റെയും ഭാഗത്തേക്ക് ഒരിക്കലും നീളുന്നതല്ല, അതിന് നാട്ടിൽ പ്രചുരപ്രചാരം സിദ്ധിച്ചിട്ടുണ്ടെങ്കിലും. إنما يريد الشيطان